ഒരു 5 മുട്ട ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുത്തതാണ്. അത് ഇതുപോലെ നടുക്കെ കൂടി കീറിയിട്ട് 2 പീസാക്കിയിട്ട് കട്ടാക്കി കൊടുക്കണം. മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 4 ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് പുഴുങ്ങിയെടുത്തതാണ്. അത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായി ഉടച്ചു കൊടുക്കണം. ഒരു 3 ബ്രെഡ് എടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അത് നന്നായി പൊടിച്ചെടുക്കണം. എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഉടച്ചതിലേക്ക് ഈ ബ്രെഡ് പൊടി ഇട്ട് കൊടുക്കണം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2-3 പച്ചമുളക് ചെറിയ പീസാക്കി കട്ടാക്കിയത്, കുറച്ച് മല്ലിയിലും ചെറിയ പീസാക്കിയത്, എല്ലാം കൂടി നന്നായി കുഴച്ചെടുക്കണം. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു ചെറിയ ബോൾസ് എടുത്തിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് വേണം ഇത് ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. കൈ കൊണ്ട് തന്നെ നന്നായി പരത്തിയെടുക്കണം. ഇതുപോലെ പരത്തിയെടുക്കണം. നല്ല ടേസ്റ്റാണ് ഈ സ്നാക്സ്. കൂടുതൽ പണിയുമില്ല. അതിലേക്ക് ഒരു മുട്ടര മുറിയില്ലേ, അത് വെച്ച് കൊടുക്കണം. എന്നിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. മുട്ടക്ക് കറക്റ്റായിട്ട് കവർ ചെയ്ത് കൊടുത്താൽ മതി. ഓവറായിട്ട് തിക്കാക്കിയിട്ട് മാവ് വേണ്ട. ബാക്കി മാവ് എടുത്ത് കളയണം. ഇതുപോലെ നടുക്കുന്ന് എടുത്ത് കളയണം. എന്നിട്ട് ബോൾസാക്കി എടുക്കണം. ഇതുപോലെ നന്നായി ബോൾസാക്കി എടുക്കണം. പുറത്ത് മുട്ട വരാത്ത രീതിയിൽ ബോൾസാക്കി എടുക്കണം. മൊത്തത്തിൽ അങ്ങനെ തന്നെ ചെയ്തെടുക്കണം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. എണ്ണ നന്നായി ചൂടായാലില്ലേ, മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം. ഹൈ ഫ്ലെയിമിലും വേണ്ട, ലോ ഫ്ലെയിമിലും വേണ്ട. എന്നിട്ട് ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കണം. കൂടുതൽ പണിയില്ല. മസാല വഴറ്റണ്ട, വാട്ടണ്ട, അതുപോലെ തന്നെ മാവ് കുഴക്കണ്ട, പരത്തണ്ട. എല്ലാത്തിനേക്കാളും നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. അത്രയും ടേസ്റ്റാണ്. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ലൈറ്റ് ബ്രൗൺ നിറമായി നമുക്ക് എടുത്തു മാറ്റാം. മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. ഇത് ചൂടോടുകൂടി കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ചൂടില്ലാതെ കഴിക്കുന്നതാണ്. നേരത്തെ കാലത്തെ ഈ റമദാൻ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റും. ഒരു തുള്ളി എണ്ണയും കുടിക്കില്ല. മൊത്തത്തിൽ ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കണം. 2-3 എണ്ണം ഇട്ടിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്രൈ ആക്കി എടുക്കണം. എല്ലാം കൂടി അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ചൂടില്ലാതെ കഴിക്കുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അസ്സലാമു അലൈക്കും.